ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് സോയക്കറിയാണ്. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള സവാള ഒരു 3 എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കൂടാതെ സോയ ഞങ്ങൾ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന സോയ. അതിനുശേഷം ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി കട്ട് ചെയ്ത് വെച്ച 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് അതൊന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണത്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇടണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ശരിയാക്കി വെച്ചിട്ടുള്ള സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോയക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് സ്പെഷ്യൽ ഇന്ന് ചോറിൻ്റെ കൂടെ സോയക്കറിയാണുള്ളത്. ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയുണ്ട്, ഒരു നാരങ്ങ അച്ചാർ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.